നാസ്പ്രോ ക്ലോത്ത്സ് ഗാർമെൻറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡെമോ വീഡിയോ ആണ്. നമ്മളെ ഷോപ്പിൽ ഒരു കസ്റ്റമർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തരത്തിൽ ബില്ല് ചെയ്യാം. ഒന്ന് ബാർകോഡുള്ള ഐറ്റംസ് നമുക്ക് ബാർകോഡ് വെച്ചിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ബാർകോഡ് ആഡ് ചെയ്ത് ഇൻസ്റ്റാൻഡ്. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ കാറ്റഗറിയാണ്. നമുക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ലേഡീസിൻ്റെ ആണെങ്കിൽ ലേഡീസ് പർദ്ദ, ലേഡീസ് ജീൻസ്, ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. പേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ക്യാഷ്, കാർഡ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കസ്റ്റമർ. ക്യാഷ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് ക്ലിക്ക് ചെയ്യാം, ഓട്ടോമാറ്റിക്കലായിട്ട് ഡ്രോർ ഓപ്പൺ ആവും. നമുക്ക് ബില്ലും വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് ബില്ല് വന്നു. അതുപോലെ തന്നെ നമുക്ക് കാർഡും വളരെ ഈസി ആയിട്ട് നമുക്ക് കാർഡാണെങ്കിൽ കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി സെയിൽസും കാര്യങ്ങളൊക്കെ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്കിവിടെ വ്യൂ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ ഏത് ഐറ്റംസ് എന്തൊക്കെയാണ് വിറ്റത് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ക്യാഷ് സെയിൽസ് എത്ര, ക്രെഡിറ്റ് കാർഡ് സെയിൽ എത്ര ഒക്കെ ഡീറ്റെയിൽസ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് എടുക്കുക. അതിൻ്റെ നമുക്കിവിടെ ഡെയിലി റിപ്പോർട്ട് നമുക്കിങ്ങനെ കിട്ടും. അതുപോലെ തന്നെ നമുക്കിവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. എന്തൊക്കെ പ്രൊഡക്റ്റാണ് നമ്മുടെ ഷോപ്പിലുള്ളതെന്നുള്ളത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കസ്റ്റമറൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. കസ്റ്റമർ ആഡ് ചെയ്യാം, അവരെ ലെഡ്ജർ പിന്നെ നോക്കാം, റെസീറ്റ്, അവരെ പൈസ തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെയിൽസ് റിട്ടേൺ നമുക്ക് ഏതാണോ എന്തെങ്കിലും സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൽ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ള സെയിൽസ് റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ മാറ്റി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ബൈ 2 get 1 ഫ്രീ ഓപ്ഷനൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡിസ്കൗണ്ട് സെറ്റ് ചെയ്യാം. ബൈ 2 get 1 എന്നുള്ള ഓപ്ഷനൊക്കെയാണിത്. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടിങ് റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെൻട്രി നമുക്ക് നമ്മളെ ഷോപ്പിലുള്ള ഇൻവെൻട്രി കംപ്ലീറ്റ് നമുക്ക് പിന്നെ കൺട്രോൾ ചെയ്യാം. എത്ര സാധനം സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്ക് എത്ര പൈസ സ്റ്റോക്ക് ഉണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര കിട്ടും, ഒക്കെ വളരെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. പിന്നെ ലോ സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്യാം, പർച്ചേസ് ഹിസ്റ്ററി. അതുപോലെ തന്നെ ഒരുപാട് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പർച്ചേസ് ആഡ് ചെയ്യാം, സപ്ലയർ ആഡ് ചെയ്യാം. ഏഡിനോ സപ്ലയർ കൊടുത്തു കഴിഞ്ഞാൽ സപ്ലയർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പർച്ചേസ് വളരെ ഈസി ആയിട്ട് ആഡ് ചെയ്യാം. സപ്ലയർ പേയ്മെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അക്കൗണ്ട്സ് റിപ്പോർട്ടിൽ നമുക്ക് വാറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് നമുക്ക് വാറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടതെന്നുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ക്ലിക്ക് ഔട്ട്പുട്ട് ടാക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വാറ്റ കൊടുത്തിട്ടുണ്ടെന്നുള്ള നമുക്ക് റിപ്പോർട്ട് കിട്ടും. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള സോഫ്റ്റ്വെയർ ആണ്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. താങ്ക് യു.